നമസ്കാരം, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PSC സ്വാഗതം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത് ടെൻസ്. സാധാരണ നിങ്ങൾ ടെൻസ് പഠിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ബുക്കിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ ഒരു മെത്തേഡിലല്ല നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മളൊരു സിമ്പിൾ ട്രിക്കിലൂടെയാണ് ഈ ടെൻസിലെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മാർക്കിന് വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ് മുഴുവനും എടുത്തതിന് ശേഷം ഓരോരോ ടെൻസിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ്, എക്സെപ്ഷണൽ കാര്യങ്ങൾ എങ്ങനെയാണ്, റൂൾസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് മുഴുവനും കാണാൻ ശ്രമിക്കണം. നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഐ വാസ് ഡാഷ് ഔട്ട്സൈഡ്. ഓപ്ഷൻ വെയിറ്റ്, വെയിറ്റിംഗ്, വെയിറ്റഡ്, വെയിറ്റ്സ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഇറ്റ് വിൽ ബി ഡാഷ് ഹെവിലി. ഓപ്ഷൻ റെയിനിങ്, റെയിൻ, റെയിൻസ്, റെയിൻഡ്. മൂന്നാമത്തെ ചോദ്യം, ദേ ഹാവ് ബീൻ ഡാഷ് ഫുട്ബോൾ. നാലാമത്തെ ചോദ്യം, ഹീ ഈസ് ഡാഷ് പ്രോബ്ലംസ്. അഞ്ചാമത്തെ ചോദ്യം, ഷീ ഡാഷ് ക്രൈയിങ് അലൗഡ്. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ മോഡലായിട്ട് നമ്മൾ പഠിക്കുന്നത് ആം, ഇസ്, ആറ്, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ്. ഇതൊന്ന് കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഈ ഒരു റൂള് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ മോഡൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. സാധാരണ ഇത് വായിച്ചു നോക്കിയാലും ഉത്തരം കിട്ടും. പക്ഷെ വായിച്ച് നോക്കി ഉത്തരം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സമയം പിടിക്കും. അത് തന്നെയാണ് ആ ഉത്തരം എന്ന് അറിയാൻ ചിലപ്പോൾ വീണ്ടും നോക്കേണ്ടി വരും. മറ്റേതാണോ എന്ന് അറിയാൻ ചിലപ്പോൾ വീണ്ടും സംശയം വരും. തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ ആ റൂള് ആ ഒരു സ്റ്റെപ്പായിട്ട് അങ്ങ് പഠിച്ചു വെക്കുമ്പോൾ ഇതേ മോഡൽ ഒരു ചോദ്യം കണ്ടാൽ ഓൺ ദ സ്പോട്ടിൽ ഉത്തരം എഴുതാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ആം, ഇസ്, ആറ്, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞത് ആം, ഇസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ്. ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ING രൂപമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ് പ്ലസ് വെർബിൻ്റെ ING രൂപം. നോക്കാം. ഐ വാസ് ഡാഷ് ഔട്ട്സൈഡ് എന്നാണ് ചോദ്യം. വാസ് വന്നു, അപ്പോൾ ING രൂപം ഉപയോഗിക്കുക. ING രൂപം ഒരെണ്ണം ഉണ്ടാവത്തുള്ളൂ ഓപ്ഷനിൽ. ഉത്തരം വെയിറ്റിംഗ്. അപ്പോൾ ഐ വാസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ആണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തത്, ഇറ്റ് വിൽ ബി ഡാഷ് ഹെവിലി. കണ്ട ബി. അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ. കണ്ട ബി പ്ലസ് വെർബിൻ്റെ ING രൂപം റെയിനിങ് ആണ് ഉത്തരം. അടുത്തത്, ദേ ഹാവ് ബീൻ ഡാഷ് ഫുട്ബോൾ. ഇവിടെ ബീൻ, ബീൻ്റെ കൂടെയും വെർബിൻ്റെ ING രൂപമാണ് ഉത്തരം. അപ്പോൾ വെർബിൻ്റെ ING രൂപം പ്രാക്ടീസിങ്. ഒരു ഓപ്ഷൻ ഉണ്ട്, നൺ ഓഫ് ദിസ്. ഓക്കെ. അടുത്തത് നാലാമത്തെ, ഹീ ഈസ് ഡാഷ് പ്രോബ്ലംസ്. ഇത് കിടക്കുന്നു, ഇസ് വന്നു കണ്ട ഇസ് വന്നു, ആം, ഇസ്, ആറ്. അപ്പോൾ ഇസിന് ശേഷവും വെർബിൻ്റെ ING രൂപം. അപ്പോൾ നോക്കാം, വെർബിൻ്റെ ING രൂപമുണ്ട്. ക്രിയേറ്റഡ്, ക്രിയേറ്റിംഗ്, ക്രിയേറ്റ്സ്, ക്രിയേറ്റിംഗ്. അപ്പോൾ ക്രിയേറ്റിംഗ് ആണ് ING രൂപം. എളുപ്പം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഷീ ഡാഷ് ക്രൈയിങ് അലൗഡ്. നേരെ തിരിച്ച് ചിന്തിക്കണം എന്നേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, വെർബിൻ്റെ ING രൂപം ഓൾറെഡി ചോദ്യത്തിലുണ്ട്. ക്രൈയിങ് എന്നുണ്ട്, ING രൂപമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ എന്ത് വരും? ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരും. ഇത്രയല്ലേ ഉള്ളൂ. ആം വരാം, ഇസ് വരാം, ആറ് വരാം, വാസ് വരാം, വെയർ വരാം, ബി വരാം, ബീൻ വരാം, ഗെറ്റ് വരാം. ഇതിൻ്റെ മുന്നിൽ വരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. സിമ്പിളായിട്ട് പറയുമ്പോൾ ഹാസും ഹാവും അതിലില്ല. അപ്പോൾ ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലായി. ഏത് രണ്ടും? ഹാസും ഹാവും തെറ്റാണ്. വാസോ വെയറോ വരാം, രണ്ടും ഉത്തരമാണ്. ഇനി ഇതിൽ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള നൗൺ ഏതാണെന്ന് നോക്കണം. നൗൺ ഷീ ആണ് ഇവിടുത്തെ നൗൺ. ഷീ എന്ന് പറയുമ്പോൾ അവൾ, ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. ഷീ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഏത് വരും? വാസ് വരുമോ വെയർ വരുമോ? വാസ് വരും. പ്ലൂരൽ ആണെങ്കിൽ വാസിന് പകരം വെയർ വരും. ഇപ്പൊ എക്സാമ്പിൾ, ഇതിന്റെ ഉത്തരം ഷീ ഡാഷ് ക്രൈയിങ് അലൗഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം വാസാണ്. നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് വന്നത്. ഇവിടെ ചോദ്യം ദേ ഡാഷ് ക്രൈയിങ് അലൗഡ് എന്നായിരുന്നെങ്കിലോ? ദേ ഡാഷ് ക്രൈയിങ് അലൗഡ് എന്നായിരുന്നെങ്കിലോ? ദേ, അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, പ്ലൂരലാണ്. അപ്പൊ എന്ത് വരും? വെയറേ വരത്തുള്ളൂ. അപ്പൊ ദേ വെയർ ക്രൈയിങ് അലൗഡ് ആണ് ഇവിടെ ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റൂള്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ്. ഞാൻ പറയുന്നത് നോക്കി എന്ത് സ്പീഡിലാണ്. ഞാനത് കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു മാർക്കിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആധികാരികമായിട്ട് കംപ്ലീറ്റ് കാര്യം അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ അറിയുന്ന നല്ല കാര്യമാണ്, പക്ഷെ കുറേ സമയം പിടിക്കും. പഠിച്ചു വരുമ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞു പോകും. അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ് വന്നാൽ വെർബിൻ്റെ ING രൂപം കഴിഞ്ഞു.
രണ്ടാമത്തെ മോഡൽ ചെറിയ വ്യത്യാസമുള്ളേ ചോദ്യത്തിൽ. ഇത് ബുക്കിലോട്ട് എഴുതിയെടുക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ ഓരോ മോഡലിൻ്റെ വ്യത്യാസം എന്താണെന്ന്. ഐ ഹാവ് ഡാഷ് ഔട്ട്സൈഡ്. നേരത്തെ ചോദ്യം ഐ വാസ് ഡാഷ് ഔട്ട്സൈഡ് ആയിരുന്നു, ഇവിടെ വാസിന് പോലെ ഹാവ് വന്നു. നേരത്തെ വില്ലിന് ശേഷം ഒരു ബി ഉണ്ടായിരുന്നു, ഇവിടെ വില്ലിന് ശേഷം ഹാവ് വന്നു. ദേ ഹാവ് വന്നു, ബീൻ കളഞ്ഞു. ദേ ഹാവ് ഡാഷ് ഫുട്ബോൾ. ഹീ ഹാസ് ഡാഷ് പ്രോബ്ലംസ്. നേരത്തെ ഹീ ഇസ് ആയിരുന്നു. ഷീ ഡാഷ് ക്രൈഡ് അലൗഡ്. ക്രൈയിങ് ആയിരുന്നു നേരത്തെ, ഇപ്പോൾ ക്രൈഡ് വന്നു. ബാക്കി ഓപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. എഴുതിയെടുക്കണം, വെട്ടി മോളിൽ എഴുതാൻ പാടില്ല. രണ്ടാമത്തെ മോഡലിൽ നിന്ന് ഹെഡിങ് കൊടുത്ത് ഇതേപോലെ എഴുതിയെടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു റൂള് നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തെ റൂളായിട്ട് നമ്മൾ പഠിക്കുന്നു ഹാസ്, ഹാവ്, ഹാഡ്. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. V3 ആണ്, V3 ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം വരാം, എന്താണ് V1, എന്താണ് V2, എന്താണ് V3 എന്നൊക്കെ വേണമെങ്കിൽ സംശയം വരാം. V1 വെർബിന് 3 രൂപങ്ങളുണ്ട്. അതാണ് V1, V2, V3. അതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. വെയിറ്റ് ഒരു വെർബാണല്ലോ, ഇവിടെ ഓപ്ഷനിൽ വരുന്നതാണ് വെയിറ്റ്. ഇത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് വെയിറ്റ്. ഇതിൻ്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് വെയിറ്റഡ് ആണ്, വെയിറ്റഡ്. മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് വെയിറ്റഡ് തന്നെയാണ്. അപ്പോൾ ചില വെർബിന് ഇങ്ങനെയാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ഈട് ചേർത്ത് കഴിഞ്ഞാൽ കിട്ടും. വെയിറ്റ്, വെയിറ്റഡ്. മറ്റൊരു എക്സാമ്പിളാണ് ക്രിയേറ്റ്, ക്രിയേറ്റഡ്. എന്നാൽ നേരെ വ്യത്യാസം വന്നതുകൊണ്ട് അതിന് എക്സാമ്പിളായി ഒരെണ്ണമാണ് സ്റ്റീൽ എന്ന് പറയുന്നൊരു വെർബ്. സ്റ്റീൽ, അതിൻ്റെ V2 എന്ന് പറയുന്ന സ്റ്റോളാണ്, സ്റ്റോള്. അതിൻ്റെ V3 എന്ന് പറയുന്ന സ്റ്റോളൻ ആണ്, സ്റ്റോളൻ. മറ്റൊരെണ്ണമാണ് റൈറ്റ്, നേരെ വ്യത്യാസം വരുന്നതാണ്. WRIT ആണ് റൈറ്റ്. അതിൻ്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് റോട്ടാണ്, റോട്ട്, WROT, റോട്ട്. മൂന്നാമത്തത് റിട്ടൺ ആണ്, റിട്ടൺ. അപ്പോൾ എന്തുകൊണ്ട് ഇത് എഴുതിയെന്ന് ചോദിച്ചാൽ ഒരു വെർബിൻ്റെ രൂപം കാണുമ്പോൾ അത് എത്രാമത്തെ രൂപമാണെന്ന് മനസ്സിലാവണം. ഒന്നാമത്തെ ആണോ, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ എന്ന്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ വേഗം ഉത്തരം കിട്ടും. ഏത് ടെൻസിലാണ് ചോദ്യം എന്ന് മനസ്സിലാവുകയും ചെയ്യും. ഉത്തരം ഓപ്ഷൻ വെട്ടി കണ്ടെത്താൻ പറ്റും, എത്ര പാടുള്ള ചോദ്യങ്ങളാണെങ്കിലും. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോ. ഒരു രൂപം കാണുമ്പോൾ ആ രൂപം വെർബിൻ്റെ എത്രാമത്തെ രൂപമാണെന്ന് മനസ്സിലായാൽ ഓപ്ഷൻ വെട്ടി പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ്, മുഴുവനും മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ഐ ഹാവ് ഡാഷ് ഔട്ട്സൈഡ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റ്സ്, വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തെ രൂപമാണ് ആമിസ് ഓർ വാസ് വെർ ബിന് ശേഷം ING രൂപം. ഹാവ് കിടക്കുന്നുണ്ട്, ഹാവിന് ശേഷം മൂന്നാമത്തെ രൂപം വെയിറ്റഡ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വെയിറ്റഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ രൂപം വെയിറ്റഡ് ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ഇറ്റ് വിൽ ഹാവ് ഡാഷ് ഹെവിലി. ഹാവ് ഉണ്ട്, ഡാഷിന് മുന്നേ ഹാവ് ഉണ്ട്. ഉപയോഗിക്കേണ്ടത് V3, വെർബിൻ്റെ മൂന്നാമത്തെ രൂപം V3, റെയിൻഡ്. അപ്പോൾ ഓപ്ഷൻ D എളുപ്പം. അടുത്ത് ദേ ഹാവ്, വീണ്ടും ഹാവ് വന്നു, ഒന്നും നോക്കാനില്ല. ഹാവ്, V3 ഉപയോഗിക്കുക. V3 പ്രാക്ടീസ്ഡ് ആണ്, V3 പ്രാക്ടീസ്ഡ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഉത്തരം, ഓപ്ഷൻ B. ഹി ഹാസ് ഡാഷ് പ്രോബ്ലംസ്, ഹാസ് വന്നു, വേം പറ, ഹാസ് വന്നു. അപ്പോൾ ED ചേർത്തുള്ള എഴുതാം, ED ക്രിയേറ്റഡ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഉത്തരം. ഞാൻ വേം പറഞ്ഞു പോകുന്നു. ഷീ ഡാഷ് ക്രൈഡ് അലൗഡ്, ലാസ്റ്റ് ചോദ്യം. ഓക്കെ, നേരെ തിരിച്ച് ചിന്തിക്കുക. അപ്പോൾ എന്ത് വന്നു? അതായത് ഈ V3യുടെ അവിടെ ക്രൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ സംശയം വേണമെങ്കിൽ ആൾക്കാർക്ക് വരാം. കാരണം ക്രൈ എന്ന് പറയുന്ന വെർബ്, ക്രൈ V1 ആണ്, V2 എന്ന് പറയുന്ന ക്രൈഡ് ആണ്, V3യും ക്രൈഡ് ആണ്. അപ്പോൾ V2വും V3യും ക്രൈഡ് ആണ്. പക്ഷേ ഇത് 100% ഉറപ്പായിട്ടും V3 തന്നെയാണ്, വെർബിൻ്റെ മൂന്നാമത്തെ രൂപം തന്നെയാണ്. അതെന്തുകൊണ്ട് മൂന്നാമത്തെ രൂപമായി എന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യത്തിൽ പാസ്റ്റ് ടൈം റെഫറൻസിനെ കാണിക്കുന്ന ഒന്നും തന്നെയില്ല. അതായത് വല്ല എസ്റ്റർഡേ, ഡേ ബിഫോർ എസ്റ്റർഡേ, ലാസ്റ്റ് ഡേ തുടങ്ങിയ പാസ്റ്റ് ടൈം വേർഡ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം തന്നെയാണ്. വെർബിൻ്റെ രണ്ടാമത്തെ രൂപമല്ല, ക്രൈഡ് അല്ല, ഈ രണ്ടാമത്തെ രൂപമല്ല, ഈ ക്രൈഡ് ആണ്, V3 ആണ്. അപ്പോൾ ഇവിടെ V3 വന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു 2 മോഡൽ കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് V3 ആണ്. ഇത് V3 ആയതുകൊണ്ട് അതിൻ്റെ മുന്നിൽ എന്തൊക്കെ വരാം? ഹാസോ, ഹാവോ, ഹാഡോ വരാം. ഹാസോ, ഹാവോ, ഹാഡോ വരാം. ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. വാസും വേറും തെറ്റാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉത്തരം.
ഇതിനകത്ത് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ? നൗൺ നോക്കാം. നൗൺ ഷീ ആണ്. ഷീ സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. പ്ലൂറൽ ആണെങ്കിലാണ് ഹാവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈ വെയറും ഷീ വാസും പറഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ ഷീ ഹാസും ദൈ ഹാവും ആണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അടുത്തത് മൂന്നാമത്തെ മോഡൽ സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളെ ചോദ്യത്തിലുള്ളൂ. എഴുതിയെടുക്കണം. ഐ കുഡ് ഡാഷ് ഔട്ട്സൈഡ് സെയിം ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ മോഡലിന്റെ പ്രത്യേകത കുഡ് വന്നു, വില്ല് വന്നു, മേ വന്നു, വുഡ് വന്നു. അപ്പോൾ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയും ഇതിനാ. ഏതിനേക്കാ? വില്ല്, വുഡ്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഹാഡ് ടു, ഡെയർ, നീഡ്, യൂസ്ഡ് ടു, ഓട്ട് ടു. ഇതൊന്ന് കാണാപ്പാടം പഠിച്ചു വെക്കണം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ മോഡൽ ഓക്സിലറി വെർബ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അവിടെയാണ് ഒരു മാർക്ക്. ഒരിക്കൽ കൂടി പറയാം. വില്ല്, വുഡ്, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടും പറയാം. വില്ല്, വുഡ്. നോക്കിയേ, വിൽ, വുഡ്, വിൽ, വുഡ്, രണ്ട് മോഡൽ ഓക്സിലറി വെർബാണ്. അതേപോലെ തന്നെ ക്യാൻ, കുഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷാൽ, ഷുഡ്. അടുത്തത് വരുന്നത് മേ, മൈറ്റ്, മേ, മൈറ്റ്, മസ്റ്റ്, പിന്നെ തുറന്നമാണ് മസ്റ്റ്, ഹാഡ് ടു, നീഡ്, നീഡ്, ഡെയർ, ഡെയർ, DARE, ഡെയർ, യൂസ്ഡ് ടു, ഓട്ട് ടു, യൂസ്ഡ് ടു, ഓട്ട് ടു എന്നിവയാണ് മോഡൽ ഓക്സിലറി വെർബ്. അപ്പൊ ഏതൊക്കെയാണ്? വില്ല്, വുഡ് പറഞ്ഞേ. വില്ല്, വുഡ്, ക്യാൻ, കുഡ്, ഷാല്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഹാഡ് ടു, നീഡ്, ഡെയർ, യൂസ്ഡ് ടു, ഓട്ട് ടു. ഇതൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോം ഓഫ് ദ വെർബാണ്. വെർബിന്റെ ബേസ് ഫോമാണ്, അടിസ്ഥാന ഫോമാണ് ഉപയോഗിക്കേണ്ടത്. V1 എന്ന് ഓർത്ത് വെച്ചാലും മതി, V1 എന്ന് ഓർത്ത് വെച്ചാലും മതി. ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ സംശയം വരും. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷൻസ് ചോദ്യത്തിലുണ്ട്. അപ്പോൾ ബേസ് ഫോം ഓഫ് ദ വെർബ് എന്നും പഠിക്കുക, കൂടെ V1 എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ മോഡൽ ഓക്സിലറി വെർബ് ഞാൻ ചുരുക്കി ഇത് പറയുന്നു. ഇത്രയാണല്ലോ മോഡൽ ഓക്സിലറി വെർബ്. അപ്പോൾ മോഡൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഒരു വെർബ് രൂപം കൊള്ളുന്നത് എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഈ ബേസ് ഫോം എന്ന് പറയുന്നത് ആ വെർബിന്റെ അടിസ്ഥാന ഫോം, ബേസ് ഫോം. ഒരു വെർബ് രൂപം കൊള്ളുന്നത് എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ്. വെയിറ്റ് ആണോ പ്ലൂറൽ, വെയിറ്റ്സ് ആണോ പ്ലൂറൽ, അതൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഈ ഭാഗത്ത് എഴുതാം. നമുക്ക് എഴുതാൻ സ്ഥലം ഇത്തിരി കുറവാണ്. അപ്പോൾ വെയിറ്റ് ആണോ പ്ലൂറല്, വെയിറ്റ്സ് ആണോ പ്ലൂറല്? വെയിറ്റ് ആണ് പ്ലൂറൽ അല്ലേ? എസ് ചേർത്തപ്പോൾ അത് സിംഗുലർ ആയിട്ട് മാറി. അപ്പോൾ ഒരു കാര്യം കിട്ടിയില്ലേ? ഇത് ഇവിടെ ടോപ്പിലാണ് എഴുതാം. വെർബിന്റെ കൂടെ എസ് ചേർത്തു. അപ്പോൾ എന്തായിട്ട് മാറി? നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു വെർബ് എടുക്കുക. ഇപ്പോൾ റൈറ്റ് ഒരു വെർബാണ്, എഴുതുക. അതിൻ്റെ കൂടെ എസ് ചേർത്തപ്പോൾ റൈറ്റ്സ് ആയിട്ട് മാറി. അപ്പോൾ വെർബിൻ്റെ കൂടെ എസ് ചേർത്താൽ എന്തായിട്ട് മാറും? സിംഗുലർ ആയിട്ട് മാറും അല്ലേ? സിംഗുലർ. അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. വെയിറ്റ് ആണ് വെർബ്, അതിൻ്റെ കൂടെ എസ് ചേർത്തപ്പോൾ സിംഗുലർ ആയിട്ട് മാറി. അപ്പം എന്ന് വെച്ചാൽ വെർബിൻ്റെ കൂടെ എസ് ചേർത്താൽ സിംഗുലർ ആയിട്ട് മാറും. ഒരു വെർബ് രൂപം കൊള്ളുന്നത് എപ്പോഴും പ്ലൂറൽ ആയിട്ടായിരിക്കും. നമ്മൾ അതിനെ സിംഗുലർ ആക്കി മാറ്റുകയാണ് എസ് ചേർത്തുകൊണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു നൗണിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തു. അപ്പം അതെന്തായിട്ട് മാറും? വെറുതെ കാണാപ്പാടൊന്നും പഠിക്കണ്ട. ഒരു നൗണ്, എന്തെങ്കിലും ഒരു നൗൺ എടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ബോയ് ഒരു നൗണാണ്. നൗൺ എന്താണ്? നമുക്ക് ചുറ്റുമുള്ള, നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളും നൗണാണ്. നൗണിന്റെ ഡെഫിനേഷൻ തന്നെ അതാണ്. വാട്ട് വി ക്യാൻ സീ അറൗണ്ട് അസ് ആണ് നൗൺ. അപ്പോൾ ബോയ് എന്നത് നൗണാണ് അല്ലേ? ബോയ് നൗൺ. ബോയ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. ബോയിൻ്റെ കൂടെ ഞാൻ എസ് ചേർത്തു. അപ്പോൾ ബോയ്സ് ആയി മാറി. അതായത് കുട്ടികളായിട്ട് മാറി. അപ്പം നൗണിൻ്റെ കൂടെ എസ് ചേർത്താൽ എന്തായിട്ട് മാറും? നൗണിൻ്റെ കൂടെ എസ് ചേർത്തപ്പോൾ എന്തായിട്ട് മാറി? നേരെ തിരിച്ചല്ലേ, പ്ലൂറൽ ആയിട്ട് മാറി. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണേ. നൗണിൻ്റെ കൂടെ എസ് ചേർത്ത് കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ട് മാറും. എന്നാൽ വെർബിൻ്റെ കൂടെ എസ് ചേർത്ത് കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ട് മാറും. ഒരു വെർബ് രൂപം കൊള്ളുന്നത് എപ്പോഴും പ്ലൂറൽ ആയിട്ടായിരിക്കും. ഇതാണ് ഈ വെർബ് രൂപം കൊണ്ടത്. നമ്മൾ അതിനെ പിടിച്ച് സിംഗുലർ ആക്കി മാറ്റിയതാണ്. അപ്പോൾ ബേസ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് വെർബിൻ്റെ അടിസ്ഥാന രൂപമാണ്, അത് പ്ലൂറലാണ്. ഓക്കെ,
ചോദ്യത്തിലോട്ട് പോവാ. ഇനി ഐ കുഡ് ഡാഷ് ഔട്ട്സൈഡ്. ഈ ചോദ്യം ഫുള്ള് വായിച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഐ കുഡ് ഡാഷ് ഔട്ട്സൈഡ് എന്നാണ് ചോദ്യം. ഐ കുഡ് എന്നുള്ളത് മോഡൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ ഒന്നും നോക്കാനില്ല, ബേസ് ഫോമാണ് എഴുതേണ്ടത്. ബേസ് ഫോം വെർബ് രൂപം കൊള്ളുന്ന ഫോമാണ് എഴുതേണ്ടത്. അപ്പോൾ വെയിറ്റഡ് നമ്മൾ വെട്ടിക്കളഞ്ഞു, വെയിറ്റിങ്ങും വെട്ടിക്കളഞ്ഞു. വെയിറ്റ് ആണോ വെയിറ്റ്സ് ആണോ ഉത്തരം? വെർബ് രൂപം കൊണ്ടിരിക്കുന്നത് വെയിറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് മനസ്സിലാക്കാനാണ് നേരത്തെ കുറച്ച് നിയമങ്ങൾ പറഞ്ഞത്. അതൊക്കെ എഴുതി വെക്കണം. ബുക്കിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷിന് ഒരു പ്രത്യേക നോട്ട് ബുക്ക് വേണം. ആ നോട്ട് ബുക്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചുവപ്പ മഷി കൊണ്ടോ പച്ചമഷി കൊണ്ടോ എഴുതി പെട്ടിയിലാക്കി വെക്കണം. ഓക്കെ, രണ്ടാമത്തെ ഇറ്റ് വിൽ ഡാഷ് ഹെവില്ലി. വില്ല് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. ഇവിടെ ഉണ്ട് വില്ല്. അപ്പോൾ വില്ലിന് ശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോമാണ്. റെയിനിങ്ങും വെട്ടി, റെയിൻഡും വെട്ടി. റെയിൻസ് ആണോ റെയിൻ ആണോ? വെർബ് രൂപം കൊള്ളുന്നത് എപ്പോഴും പ്ലൂറലായിട്ടാണ്. സോ റെയിൻ ആണ് ഉത്തരം. ഓപ്ഷൻ ബി. സംശയം വരണ്ട, ചില ആൾക്കാർക്ക് അപ്പോൾ റെയിൻസിലോട്ട് പോകാം. അത് ഒഴിവാക്കാനാണ് നമ്മൾ ആ റൂൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത്. മൂന്നാമത് ദേ മേ ഡാഷ് ഫുട്ബോൾ. മേ ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബ്? ഓർമ്മയുണ്ടല്ലോ. മേക്ക് ശേഷം ഉപയോഗിക്കേണ്ട ബേസ് ഫോം വെർബ് രൂപം കൊണ്ടിരിക്കുന്നത് പ്രാക്ടീസ് ആയിട്ടാണ്. പ്രാക്ടീസ് ആണ് ഉത്തരം. എ ആണ് ഉത്തരം. ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, പ്രാക്ടീസസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നാലാമത്തെ ഹി വുഡ് ഡാഷ് പ്രോബ്ലംസ്. വുഡ് മോഡൽ ഓക്സിലറി വെർബ്, ശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോം. ക്രിയേറ്റ് ആണ് ബേസ് ഫോം. ക്രിയേറ്റ്സ് എന്നുള്ളത് സിംഗുലർ നമ്മൾ ആക്കി മാറ്റിയതാണ്. ബേസ് ഫോം ക്രിയേറ്റ് ആണ്. സോ ആൻസർ എ ആണ്. അവിടെയും ആൻസർ എളുപ്പം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഷീ ഡാഷ് ക്രൈ അലൗഡ്. തിരിച്ചു വായിച്ചാൽ മതി. ഇവിടെ വന്നിരിക്കുന്നത് V1 ആണ്. അതായത് വെർബിന്റെ ബേസ് ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബേസ് ഫോം 1. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടി. ബേസ് ഫോം ഇവിടെയാണ് ഡാഷ്. എന്തൊക്കെ ഉപയോഗിക്കാം? ഇതൊക്കെ ഉപയോഗിക്കാം. വില്ല്, വുഡ്, ക്യാൻ, ഗുഡ്, ഷാല്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഹാഡ് ടു, നീഡ്, ഡെയർ, യൂസ് ടു, വോട്ട് ടു ഉപയോഗിക്കാം. ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം. ഓപ്ഷനിൽ ഇതൊന്നുമില്ല അല്ലേ? അപ്പോൾ ഹാസ് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹാസും ഹാവ് ഉപയോഗിക്കാൻ പറ്റുമോ? അത് തെറ്റല്ലേ. കാരണം ഹാസും ഹാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രൈഡ് എന്ന് വന്ന മൂന്നാമത്തെ രൂപം വന്ന. വാസും വെയറും പറ്റുമോ? വാസും വെയറും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രൈയിങ് എന്ന് വന്നം. ഷീ വാസ് ക്രൈയിങ് അലൗഡ് എന്ന് വന്നം. അല്ലെങ്കിൽ ദേ വെയർ ക്രൈയിങ് അലൗഡ് എന്ന് വന്നം. ഓക്കെ, ചോദ്യം തെറ്റുപറ്റാം. PSCക്കും തെറ്റുപറ്റാം, എനിക്കും തെറ്റുപറ്റാം, നിങ്ങൾക്കും വേണം തെറ്റുപറ്റാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിയായി, എനിക്കും PSCക്കും തെറ്റുപറ്റി. ഇനി ഞാനൊരു ഓപ്ഷനും കൂടി എക്സ്ട്രാ ചേർക്കുന്നു. 2 ഓപ്ഷൻ ചേർക്കുന്നു. ഒന്ന് യൂസ്ഡ് ടു, അടുത്തൊരു ഓപ്ഷനാണ് ഇസ്. അപ്പോൾ ഇസ് വരുമെന്ന് നോക്കാം. ഇസ് വരികയാണെങ്കിൽ ഇവിടെ ING വന്നം. ഷീ ഈസ് ക്രൈയിങ് അലൗഡ് ആണ് ശരി. അപ്പോൾ ഇസ് വരത്തില്ല. യൂസ്ഡ് ടു ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. അതിനുശേഷം ബേസ് ഫോം ഓഫ് ദ വെർബാണ്. സോ നോക്കിയേ, ക്രൈ വന്നു, ബേസ് ഫോം ആണ്. അപ്പോൾ ഉത്തരം യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു ഇവിടെ എഴുതുന്നു. യൂസ്ഡ് ടു ഉത്തരം യൂസ്ഡ് ടു. അതായത് ഷീ യൂസ്ഡ് ടു ക്രൈ അലൗഡ്. അവൾക്ക് പതിവായി കരയുന്ന ശീലമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ യൂസ്ഡ് ടു എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഒരു ദിനചര്യത്തെ, ഇപ്പോൾ ഇത് ചെയ്യുന്നില്ല, പണ്ട് ചെയ്തിരുന്ന ഒരു ദിനചര്യത്തെ, ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബാണ് യൂസ്ഡ് ടു. ഷീ യൂസ്ഡ് ടു ക്രൈ അലൗഡ്. അവൾക്ക് പണ്ട് പതിവായി കരയുന്ന ശീലമുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ യൂസ്ഡ് ടുവുമായി ബന്ധപ്പെട്ട ഒരു 1-2 എക്സെപ്ഷണൽ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മോഡൽ 3 കഴിഞ്ഞിട്ടില്ല. മോഡൽ 3ന്റെ ബാക്കി കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂസ്ഡ് ടുവിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ചോദ്യം നമ്പർ 1, ഷീ ഡാഷ് ക്രൈ അലൗഡ്. തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെർബ് ക്രൈ ആണ്. ബേസ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. V1 ആണ്. അപ്പോൾ അതിന് മുന്നേ എന്തൊക്കെ വരാം? അതിന് മുന്നേ ഏതെങ്കിലും മോഡൽ ഓക്സിലറി വെർബ് വരാം. അതായത് വില്ല്, വുഡ്, ഷാല്, ഷുഡ്, മേ, മൈറ്റ് എന്തെങ്കിലുമൊക്കെ വരാം. നോക്കാം. ഓപ്ഷൻ യൂസ്ഡ് ടു ഉണ്ട്, വാസ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഇസ് ഉണ്ട്. കിട്ടിക്കാണും. നേരത്തെ പറഞ്ഞ സെയിം ചോദ്യം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. രണ്ടാമത് എടുത്ത് എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഉത്തരം യൂസ്ഡ് ടു ആണ്. ഷീ യൂസ്ഡ് ടു ക്രൈ അലൗഡ് എന്ന് വെച്ചാൽ അവൾക്ക് പതിവായി കരയുന്ന ശീലമുണ്ടായിരുന്നു എന്നാണ്. അത് ശരിയാണ്. വാസ് വരത്തില്ല, കാരണം ഇവിടെ ING വരണമായിരുന്നു വാസ് ഉണ്ടെങ്കിൽ. ഹാസ് ഉണ്ടെങ്കിൽ ഇവിടെ ED വരണമായിരുന്നു. ഇസ് ഉണ്ടെങ്കിലും ING വരണമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഷീ യൂസ്ഡ് ടു ഡാഷ് വെൽ ബിഫോർ ഹെർ മാരേജ്. കല്യാണത്തിന് മുന്നേ എന്തുവാണ് സംഭവം? അപ്പോൾ യൂസ്ഡ് ടു എന്നത് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. MAV
എന്ന് ഉദ്ദേശിച്ചു. അതിനുശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോമാണ് അല്ലെങ്കിൽ V1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് V1 ആയിരിക്കും അല്ലേ. V1 ഏതാണ്? ഡാൻസ് ആണോ, ഡാൻസ്ഡ് ആണോ, ഡാൻസിങ് ആണോ, ഡാൻസസ് ആണോ? ഞാൻ പറഞ്ഞു വെർബ് രൂപം കൊള്ളുന്നത് പ്ലൂറലായിട്ടാണ്. അടിസ്ഥാന രൂപം ബേസ് ഫോം. ഉത്തരം ഡാൻസ്. അപ്പോൾ ഇവിടെ ഞാൻ ഡാൻസ് എന്ന് എഴുതി, ഡാൻസ്. അപ്പോൾ കൂട്ടി വായിക്കുന്നു. ഷീ യൂസ്ഡ് ടു ഡാൻസ് വെൽ ബിഫോർ ഹെർ മാരേജ്. കല്യാണത്തിന് മുന്നേ അവൾക്ക് നന്നായി ഡാൻസ് കളിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഷീ ഈസ് യൂസ്ഡ് ടു ഡാഷ് വെൽ ബിഫോർ ഹെർ മാരേജ്. ഓപ്ഷൻ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് എടുത്ത് എഴുതാഞ്ഞത്. യൂസ്ഡ് ടു ഉണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ബേസ് ഫോം ആയിരിക്കും. സോ ഡാൻസ് എടുത്ത് മിക്കവരും എഴുതി വെക്കും. തെറ്റാണ്. ഈ രണ്ട് ചോദ്യവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ അത് വലിയ വ്യത്യാസം തന്നെയാണ് പറഞ്ഞു വരുമ്പോൾ. ഷീ യൂസ്ഡ് ടു ആണ് ഇവിടെ ഷീ ഈസ് യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ഉത്തരം വരത്തുള്ളൂ. ഇവിടെ നോക്കിയേ, യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ഒരു ഇസ് ഉണ്ട്. അപ്പോൾ യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ് എന്നിവയിൽ ഏതെങ്കിലും വന്നാൽ അതിൻ്റെ ആൻസറേ ഇവിടെ വരത്തുള്ളൂ. നമ്മൾ പഠിച്ചു ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റിന് ശേഷം ING ഉപയോഗിക്കണമെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ഇതുണ്ട്, ഇസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഡാൻസിങ്ങേ വരത്തുള്ളൂ, ING വരത്തുള്ളൂ. ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി വെക്കണം, ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇവിടെ എഴുതി ഡാൻസിങ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യമായിട്ട് വരുന്നത് ഷീ ഈസ് യൂസ്ഡ് ടു ഡാൻസിങ് വെൽ ബിഫോർ ഹെർ മാരേജ് ആണ് ഉത്തരം. മനസ്സിലാക്കി വെക്കാം. മറ്റൊരു കണ്ടീഷനും കൂടിയുണ്ട്. നോക്കിയേ, യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ഹാസ് വന്നു. അപ്പോൾ യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ഹാസോ ഹാവോ വരികയാണെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഈ കണ്ടീഷൻ PSCക്ക് ചോദിക്കാറില്ല, ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് PSC പരീക്ഷയ്ക്ക് തന്നെയാണെന്ന് ഓർമ്മയില്ല. ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട് നിലവിൽ, പക്ഷേ ഈ ഒരു കണ്ടീഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ല. ഇതും മാത്രം പഠിച്ചു വെക്കാം കൃത്യമായിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, യൂസ്ഡ് ടു തനിച്ചാണ് വരുന്നതെങ്കിൽ അതിനുശേഷം യൂസ്ഡ് ടു തനിച്ചാണ് വരുന്നതെങ്കിൽ അതിനുശേഷം V1 ഉപയോഗിക്കുക. യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ആം, ഇസ്, ആർ, വാസ്, വെയർ എന്നിവ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ING രൂപം ഉപയോഗിക്കുക. യൂസ്ഡ് ടുവിൻ്റെ മുന്നിൽ ഹാസ്, ഹാവ് വരികയാണെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കുക. അപ്പോൾ നേരെ ഈ ചോദ്യത്തിലോട്ട് വരാം. ഷീ ഹാസ് യൂസ്ഡ് ടു ഡാഷ് വെൽ ബിഫോർ ഹെർ മാരേജ് ആണ്. ഹാസ് ഉണ്ട്. അപ്പോൾ ഹാസ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഉത്തരം വരത്തുള്ളൂ. ഹാസ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ V3 വന്നം. സോ ആൻസർ ഡാൻസ്ഡ് ആണ് ആൻസർ. ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇസും ഈ പറയുന്ന യൂസ്ഡ് ടു തനിച്ചും വരുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ പോകുന്നു നാലാമത്തെ മോഡൽ. ചോദ്യം, ഐ ഡോണ്ട് ഡാഷ് ഔട്ട്സൈഡ്. ഓപ്ഷനൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഒരു ഡോണ്ട് വന്നു, ഡസൻറ്റ് വന്നു, ഡിഡിൻറ്റ് വന്നു, ഡസൻറ്റ് വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡു, ഡസ്, ഡിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഡു, അടുത്തത് ഡസ്, അടുത്തത് ഡിഡ്. അതിൻ്റെ തന്നെ നെഗറ്റീവ് ഫോമുകളാണ് ഡോണ്ട് ആണെങ്കിലും ഡസിൻ്റെ ആണെങ്കിലും ഡിഡിൻ്റെ ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പോൾ ഡു, ഡസ്, ഡിഡ് ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഡു, ഡസ്, ഡിഡിന് ശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോം തന്നെയാണ്. V1 എന്ന് ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ ഡു, ഡസ്, ഡിഡിന് ശേഷം ഉപയോഗിക്കേണ്ടത് ബേസ് ഫോമാണ്, V1 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ V1 ഉപയോഗിക്കേണ്ടത് രണ്ട് സ്ഥലങ്ങളിലാണ്. എവിടെയൊക്കെയാണ്? മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഉപയോഗിക്കേണ്ടതും V1 ആണ്, ബേസ് ഫോം ആണ്. ഡു, ഡസ്, ഡിഡിന് ശേഷം ഉപയോഗിക്കേണ്ടതും V1 ആണ്, അല്ലെങ്കിൽ ബേസ് ഫോം ആണ്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീന് ശേഷം ഉപയോഗിക്കേണ്ട ING ആണ്. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം ഉപയോഗിക്കേണ്ടത് മൂന്നാമത്തെ രൂപമാണ്. പിന്നെ പഠിച്ച രണ്ട് മോഡലും ബേസ് ഫോമാണ്. ബാക്കിയൊക്കെ എളുപ്പമല്ലേ? ബേസ് ഫോം എന്താണെന്നൊക്കെ കഴിഞ്ഞ ഒരു മോഡലിൽ, മൂന്നാമത്തെ മോഡലിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. വെർബ് രൂപം കൊള്ളുന്നത് പ്ലൂറലായിട്ടാണ്, അതാണ് ബേസ് ഫോം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ ഡോണ്ട് ഡാഷ് ഔട്ട്സൈഡ് നേരെ നോക്കാം. വെർബ് രൂപം കൊണ്ടിരിക്കുന്ന ഫോം ഏതാണെന്ന് നോക്കാം. ഈ എസ് ചേർക്കാത്ത ഫോം വെയിറ്റ് ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ A ആണ് ഉത്തരം. അത് കഴിഞ്ഞു. അടുത്തത് ഇവിടെ ഡസ് കിടക്കുന്നുണ്ട്. ഡസിൻ്റെ ആണെങ്കിൽ ഡസ് ആണെങ്കിലും ഒക്കെ ഓക്കെ തന്നെയാണ്. രൂപം കൊണ്ടിരിക്കുന്നത് റെയിൻ ആണ്. അപ്പോൾ B ആണ് ഉത്തരം. അടുത്തത് ദേ ഡിഡിൻറ്റ്. അപ്പോൾ ഡിഡ് ഉണ്ട്, ഡിഡ്. നേരെ നോക്കാം ബേസ് ഫോം ഏതാണെന്ന് നോക്കാം. പ്രാക്ടീസ്.
ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത് ഹി ഡസിൻറ്റ് ഡാഷ് പ്രോബ്ലംസ്. ഡസ് അപ്പോൾ ക്രിയേറ്റ് കണ്ട് എന്തുമാത്രം എളുപ്പമാണ്. പെട്ടെന്ന് എത്ര ഒരു സെക്കൻഡ് പോലും വേണ്ട, പെട്ടെന്ന് ഉത്തരം നമുക്ക് ചോദ്യം വായിക്കുക പോലും വേണ്ട. ഷീ ഡാഷ് ക്രൈ അല്ല ഇവിടെ, നേരെ തിരിച്ച് വായിക്കാം. ക്രൈ മീൻസ് എന്താണ്? ക്രൈ മീൻസ് ബേസ് ഫോം ആണ്. V1 ആണ്. അപ്പോൾ അതിന് മുന്നിൽ എന്തൊക്കെ വരാം? ഒന്നില്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് ഏതെങ്കിലുമൊക്കെ വരാം, വില്ലോ വുഡോ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ വരാം, അല്ലെങ്കിൽ ഡുവോ ഡസ്സോ ഡിഡോ വരാം. മോഡൽ ഓക്സിലറി വെർബും വരെ, പക്ഷെ ഓപ്ഷനിൽ രണ്ടും കൂടെ ഒന്നിച്ച് വരത്തില്ല. അപ്പോൾ ഇവിടെ മോഡൽ ഓക്സിലറി വെർബ് ഓപ്ഷനിലില്ല, പകരം ഡു ഡസ് ഡിഡ് ഉണ്ട്. ഡിഡ് ഇല്ല, ഡൂവും ഡസ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഇസിൻ്റും ഹാസിൻ്റും തെറ്റാണ്. കാരണം ഇസിൻ്റെ ആണെങ്കിൽ ശേഷം ING വരണം, ഹാസിൻ്റെ ആണെങ്കിൽ ശേഷം V3 വരണം. അപ്പോൾ ഡുവോ ഡസ്സോ ആണ് ശരി. ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നൗൺ നോക്കാം. ഷീ സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഡസ് ഉപയോഗിക്കണം. ഡസ് ആണ് സിംഗുലർ. പ്ലൂറൽ ആണെങ്കിൽ ഡു ഉപയോഗിക്കണം. ദൈ ആയിരുന്നെങ്കിൽ ഡു ഉപയോഗിക്കണമായിരുന്നു. ഷീ ആയതുകൊണ്ട് സിംഗുലറായ ഡസിൻ്റ് ഉപയോഗിച്ചു. ആൻസർ ഡി ആണ്. അപ്പോൾ ഉത്തരം ഷീ ഡസിൻ്റ് ക്രൈ അലൗഡ് ആണ് ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡൽ ഓക്സിലറി വെർബ് ആണെങ്കിലും ബേസ് ഫോം ആണ്, ഡു ഡസ് ഡിഡ് ആണെങ്കിലും ബേസ് ഫോം ആണ്. അപ്പോൾ ഈ 4 മോഡൽ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മീനിങ് ബേസ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളിലേക്ക് പോകാം. അത് മനസ്സിലായാലും മാത്രമേ എക്സെപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അതിലേക്ക് പോവാം. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. എക്സാമിന് വരുമ്പോൾ മിക്കവാറും ഇങ്ങനെ വരും, ഒരു ലൈനൊക്കെ ഇട്ട് വരും. ഇത് എ ആയിട്ട് വരും, ഇത് ബി, ഇത് ഈ മെറ്റ് എന്നുള്ളത് സി, ഇത് ഡി. ഇതിലേതാണ് തെറ്റ്? എ ആണോ തെറ്റ്, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇങ്ങനെ വരും. അപ്പോൾ ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നാണ് ചോദ്യം. എവിടെയെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നൺ ഓഫ് ദിസും ഉണ്ടാവും കേട്ടോ, തെറ്റില്ലെന്നും ഉണ്ടാവും. നമ്മളിത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ, എനിക്ക് തോന്നുന്നു 2ാമത്തെ മോഡലിൽ എങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ടൈം വേർഡ് ചോദ്യത്തിലുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കണേ, കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ടൈം വേർഡ് ചോദ്യത്തിലുണ്ടെങ്കിൽ വെറുതെ സിമ്പിൾ പാസ്റ്റിലങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? വെറുതെ സിമ്പിൾ പാസ്റ്റിൽ എഴുതുക എന്ന് ഉദ്ദേശിക്കുന്നത് വെർബിൻ്റെ 2ാമത്തെ രൂപം മാത്രം എഴുതിയാൽ മതി എന്നാണ്. വെർബിൻ്റെ 2ാമത്തെ രൂപം V2 മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ റൈറ്റ് എന്നാണ് വെർബെങ്കിൽ റോട്ട് എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ടൈം വേർഡ് ചോദ്യത്തിൽ വേണം. ഇവിടെ നോക്കിയേ, യെസ്റ്റർഡേ കഴിഞ്ഞു പോയി, ഇന്നലെ. അപ്പോൾ 2ാമത്തെ രൂപം മാത്രം എഴുതിയാൽ മതി. 2ാമത്തെ രൂപം മാത്രം എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ ഈ മെറ്റ് എന്നത് മാത്രം എഴുതിയാൽ മതി. ഇവിടെ വെർബ് മീറ്റ് ആണല്ലോ. അപ്പോൾ മീറ്റിൻ്റെ 2ാമത്തെ രൂപം മെറ്റ്, 3ാമത്തേത് മെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ 2ാമത്തേത് മാത്രം എഴുതിയാൽ മതി. ഈ ഹാവിൻ്റെ ആവശ്യം കൂടി ഇല്ല. ഹാവ് മെറ്റ് ആവശ്യമില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോ എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ സിമ്പിൾ പാസ്റ്റിൽ. അപ്പോൾ ഹാവ് ആണ് തെറ്റ്. ഇത് മനസ്സിലാക്കണേ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി, കാരണം ടൈം വേർഡ് ഇവിടെ ഉണ്ട്, പാസ്റ്റിനെ സൂചിപ്പിക്കുന്നത്. അടുത്ത നിങ്ങൾ പറയും, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ദേ ഹാഡ് ഗോൺ ടു മുംബൈ 2 months ago. ചോദ്യമായി തന്നെ നോക്കാം. പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ടൈം വേർഡ് ചോദ്യത്തിലുണ്ടോ? കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. 2 months ago എന്ന് വെച്ചാൽ 2 മാസം മുന്നേ എന്നല്ലേ? 2 മാസം മുന്നേ കഴിഞ്ഞു പോയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? വെറുതെ V2 മാത്രം മതി. വെർബിൻ്റെ 2ാമത്തെ രൂപം സിമ്പിൾ പാസ്റ്റിൽ എഴുതിയാൽ മതി. നോക്കാം. വെർബ് ഗോൺ ആണ് വെർബ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രൂപമാറ്റം വരുന്നത്? ഗോയാണ് ആദ്യത്തെ രൂപം, സെക്കൻഡ് രൂപം വെൻ്റ് ആണ്, തേർഡ് രൂപമാണ് ഗോൺ. അതായത് V1, V2, V3. വെൻ്റ് മാത്രം മതി, V2 മാത്രം മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റ് ഹാഡ് ഗോൺ ആണ് തെറ്റ്. ഇവിടെ ഇങ്ങനെ വരും കേട്ടോ ഓപ്ഷൻസ്. ദേ ഹാഡ് ഗോൺ ഇങ്ങനെ വരും. ഇവിടെ എവിടെയെങ്കിലും ഡാഷൊക്കെ ഇട്ട് വരും. അപ്പോൾ ഹാഡ് ഗോൺ ആണ് തെറ്റ്. ഉത്തരം വെൻ്റ്. അപ്പോൾ they went to Mumbai 2 months ago. 2 മാസം മുന്നേ അവർ മുംബൈയിൽ പോയിരുന്നു. 3ാമത്തെ ചോദ്യം. ഷീ ഹാസ് പർച്ചേസ്ഡ് എ മൊബൈൽ ഫോൺ ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞു പോയി, കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ടൈം വേർഡ് ചോദ്യത്തിലുണ്ട്. സിമ്പിൾ പാസ്റ്റിൽ എഴുതാം. പർച്ചേസ്ഡ്. ഹാസ് പർച്ചേസ്ഡിൻ്റെ ആവശ്യമുണ്ടോ? പർച്ചേസ് എങ്ങനെയാണ് വരുന്നത്? പർച്ചേസ്ഡ്, അതേപോലെ തന്നെ പർച്ചേസ്ഡ്.
അപ്പോൾ രണ്ടാമത്തത് മാത്രം മതി, പർച്ചേസ്ഡ് എന്ന് മാത്രം മതി, ഹാസ് വേണ്ട. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഡാഷിട്ട് വരുന്നത്. അപ്പോൾ ഹാസ് ആണ് തെറ്റ്, ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഷീ പർച്ചേസ്ഡ് എ മൊബൈൽ ഫോൺ ലാസ്റ്റ് വീക്ക് എന്ന് മതി. അടുത്തത് നാലാമത്തെ ചോദ്യം, നിങ്ങൾ തന്നെ പറയും. ഐ വെൻറ്റ് ടു ചർച്ച് എവരി സൺഡേ. ഇത് ശരിയാണോ? ചിലപ്പോൾ ഒരു ഓപ്ഷൻ ഇവിടെ വരും കേട്ടോ, ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ട് നൺ ഓഫ് ദിസ് എന്നും വരാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ശരിയായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് എവിടെയാണ് തെറ്റായിട്ട് തോന്നും. അപ്പോൾ എവിടെയാണ് തെറ്റ്? തെറ്റുണ്ട് ഈ ചോദ്യത്തിൽ. എവിടെയാണ് തെറ്റെന്ന് ചോദിച്ചാൽ എവരി സൺഡേ എന്നുള്ളത് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ് ഒന്നുമല്ല. എവരി സൺഡേ മീൻസ് എല്ലാ ഞായറാഴ്ചയും, കഴിഞ്ഞു പോയത് ഒന്നുമല്ല. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റിലല്ല എഴുതേണ്ടത്, സിമ്പിൾ പാസ്റ്റിലല്ല എഴുതേണ്ടത്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഏകദേശമൊക്കെ ഓർത്ത് വെച്ചാൽ മതി, കിട്ടും. നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ദിനചര്യം സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ് ചോദ്യത്തിലുണ്ടെങ്കിലാണ് സിമ്പിൾ പാസ്റ്റിൽ എഴുതേണ്ടത്. ഇത് കഴിഞ്ഞു പോയ കാലമല്ല എവരി സൺഡേ. കണ്ടാൽ മനസ്സിലായി കാണാം. അപ്പോൾ വെന്റാണ് തെറ്റ് അല്ലെ, പോയി എന്നതാണ് തെറ്റ്. എല്ലാ ഞായറാഴ്ചയും പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഐ വെന്റിന് പകരം എന്ത് ഉപയോഗിക്കണം? എങ്ങനെയാണ് വരുന്നത്? ഗോ വെന്റ് ഗോൺ അല്ലെ, ഗോ വെന്റ് ഗോൺ അല്ലേ, അത് ഗോ ഉപയോഗിച്ചാൽ മതി. ഐ ഗോ ടു ചർച്ച് എവരി സൺഡേ. ഷീ ആയിരുന്നെങ്കിൽ ഷീ ഗോസ് ടു ചർച്ച് എവരി സൺഡേ. ഹി ആയിരുന്നെങ്കിൽ ഹി ഗോസ് ടു ചർച്ച് എവരി സൺഡേ എന്ന് വരും. ഇത് ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കളറുള്ള പേനയും കൊണ്ട് എഴുതി വെച്ചാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ മറന്നു പോകും. നമ്മൾ ടെൻസ് ശരിക്കും പറഞ്ഞ ഒരു ഉടായ്പ മെത്തേഡിലൂടെയാണ് ഈ പഠിക്കുന്നത്. ഇത് മുഴുവനും പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ ടെൻസും എന്താണെന്ന് എടുക്കാനുണ്ട്. ആ ഒരു ക്ലാസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബോറായിട്ട് തോന്നും. പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോറായിട്ട് തോന്നത്തില്ല, കാരണം പെട്ടെന്ന് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു രീതി ആദ്യം പഠിപ്പിക്കുന്നത്. നമ്മൾ കുറേ നാൾക്ക് മുന്നേ ഈ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ ക്ലാരിറ്റി കുറവാണ്, സൗണ്ടിന് കുറേ പ്രശ്നങ്ങളുണ്ട്, എഴുതിയേക്കുന്നൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റിപ്പീറ്റേഷൻ കുറച്ചും കൂടി അപ്ഡേഷൻ ഉൾപ്പെടുത്തി രണ്ടാമത് എടുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇത് മനസ്സിലായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് റൂളുകൾ മനസ്സിലായി. ഇനി ഇതേപോലെ ഒരു ടൈം വേർഡ്, ഒരു ടൈം റെഫറൻസ്, അതിൻ്റെ മുന്നിൽ സിൻസോ ഫോറോ ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ചോദ്യത്തിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. സിൻസോ ഫോറോ ഇതിന് മുന്നിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. സിൻസോ ഫോറോ ഉണ്ടെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. അത് നമുക്കറിയാം, ഹാസിന് ഹാവിന് ശേഷം V3 ആണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, സിൻസോ ഫോറോ ഉണ്ടെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് ബീൻ ഉപയോഗിക്കണം. ബീന് ശേഷം എന്തായിരിക്കും ഉപയോഗിക്കേണ്ടത്? വെർബിൻ്റെ ING രൂപമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇതേപോലെ ഒരു ടൈം റെഫറൻസിന്റെ മുന്നിൽ സിൻസോ ഫോറോ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും, അല്ലെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING ആയിരിക്കും. അതിലേക്ക് പോവാം. ഷീ ഡാഷ് വർക്ക്ഡ് ആസ് എ ടീച്ചർ ഫോർ 5 years. ഓപ്ഷൻ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ബീൻ ഉണ്ട്, ഹാവ് ബീൻ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മുടെ റൂമിൽ ഒരുപാട് ചൂടാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ക്ലാസ്സുകൾ എടുത്ത് തീർക്കണം. ഒരുപാട് സമയം റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫാൻ പോലും ഇട്ടിട്ടില്ല, കാരണം ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ സൗണ്ടിന് മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് ഫാൻ പോലും ഇടാത്തതിൻ്റെ കാര്യം. അത്രയ്ക്ക് ചൂടിലാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ. ഷീ ഡാഷ് വർക്ക്ഡ് ആസ് എ ടീച്ചർ ഫോർ 5 years. ഫോർ 5 years എന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടൈം വേർഡിൻ്റെ, ഒരു ടൈം റെഫറൻസിൻ്റെയൊക്കെ മുന്നിൽ സിൻസോ ഫോറോ ഉണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഒന്നില്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് ബീൻ ഉപയോഗിക്കുക. ശേഷം എന്ത് വരും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാസ് ഹാവിന് ശേഷം വരുന്നത് V3 മാത്രമാണ്. ഹാസ് ഹാവിന് ശേഷം ഒരു ബീൻ ഉണ്ടെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് ബീനുമായി ബന്ധപ്പെട്ട സാധനമാകുമ്പോൾ വെർബിൻ്റെ ING ആണ്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ 4 ഉണ്ട് ഇല്ലേ? ടൈം റെഫറൻസിന് മുന്നിൽ ഒരു 4 ഉണ്ട്. അപ്പോൾ എന്ത് വരും ഇവിടെ? ഒന്നില്ലെങ്കിൽ ഹാസ് ഹാവ് വരും, അല്ലെങ്കിൽ ഹാസ് ഹാവ് ബീൻ വരും. ഇവിടെ വർക്ക്ഡ് എന്നുണ്ട്, V3 ഉണ്ട്, V3. അപ്പോൾ ഈ കണ്ടീഷൻ അല്ല ഇവിടെ, ഈ കണ്ടീഷനാണ്. ഹാസ് അല്ലെങ്കിൽ ഹാവേ വരത്തുള്ളൂ, ഹാസ് അല്ലെങ്കിൽ ഹാവ്. അപ്പോൾ ഇതും വെട്ടിക്കളഞ്ഞു.
ഇനി ഹാസ് ആണോ ഹാവ് ആണോ എക്സാക്റ്റ് ഉത്തരമെന്ന് അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നോക്കുക. നൗണ് സിംഗുലർ ആണ്, അപ്പോൾ ഹാസ്. പ്ലൂറലായിരുന്നെങ്കിൽ ഹാവ് വരും. കുറേ നേരമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യവും ലാസ്റ്റ് ചോദ്യവും ഇത് സ്പോട്ട് ദ എററാണ്, എറർ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഷീ, ഇതാണ് ഓപ്ഷൻ എ. ഇത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി ആണ് വാസ് വർക്കിംഗ്. ഓപ്ഷൻ സി ആണ് ആസ് എ ടീച്ചർ. ഓപ്ഷൻ ഡി ആണ് 4-5 years. എവിടെയാണ് തെറ്റ്? നമ്മൾ ആദ്യത്തെ ഒരു റൂളിൽ പഠിച്ചിരുന്നു. ആം ഈസ് ആർ വാസ് വെയർ ബി, ബീന് ശേഷം വെർബിന്റെ ING രൂപം ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല, അതാണ് ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ചോദിച്ചൊരു വ്യത്യാസമുണ്ട്. 4 ഉണ്ട്. ഒരു ടൈം റെഫറൻസിന് മുന്നിൽ ഒരു 4 ഉണ്ട്. ടൈം റെഫറൻസിന് മുന്നിൽ 4 ഉള്ളത് കൊണ്ട് ഈ 2 കണ്ടീഷൻസ് മാത്രമേ ശരിയാവത്തുള്ളൂ. ഏത് കണ്ടീഷൻ? ഒന്നില്ലെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ ഹാസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓൾറെഡി വർക്കിംഗ് എന്നുണ്ട് വെർബിന്റെ ING രൂപം. അപ്പോൾ എക്സാക്റ്റ് ഇവിടെ വരേണ്ടത് ഹാസ് ബീൻ ആണ് വരേണ്ടത്. ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 5 years ആണ് വരേണ്ടത്. വർക്കിംഗ് ING ഉള്ളതുകൊണ്ട്. വർക്ക്ഡ് ആയിരുന്നെങ്കിൽ ഹാസ് എന്ന് മാത്രം വരുമായിരുന്നു. അപ്പോൾ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കുക. ടൈം റെഫറൻസിന് മുന്നിൽ സിൻസോ ഫോറോ ഉണ്ടെങ്കിൽ കണ്ടീഷൻ നമ്പർ 1 ഇത് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ആവും. ഇനി ഒരു ടൈം റെഫറൻസ് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ടൈം റെഫറൻസ് ആണെങ്കിൽ എസ്റ്റർഡേ, 2 months ബിഫോർ, ഡേ ബിഫോർ എസ്റ്റർഡേ തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ സിമ്പിൾ പാസിൽ എഴുതിയാൽ മതി, V2 എഴുതിയാൽ മതി. സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് തെറ്റാണെങ്കിലും ശരിയായിട്ട് തോന്നും, ചിലപ്പോൾ ശരിയായി തെറ്റായിട്ടൊക്കെ തോന്നും, നമ്മളെ പറ്റിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള റൂൾ പഠിച്ചാൽ തെറ്റൊന്നും പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ ഉടനെ ഉണ്ടാവും. കൂടാതെ ജോഗ്രഫിയും ഹിസ്റ്ററിയും ബാക്കിയുള്ള ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കാണാൻ ശ്രമിക്കുക. നന്ദി.